ഹലോ എവ്രിവൺ, വെൽക്കം ടു ലിറ്റിൽ ലാബ് ലേണിംഗ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന നമ്മുടെ തേർഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ്. അതായത് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. സോഷ്യൽ ഇന്ററാക്ഷൻ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇപ്പം നമ്മൾ എല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരല്ല അല്ലേ. നമ്മൾ ജനിച്ച അന്ന് മുതൽ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ അവരുമായിട്ട് ഇടപഴകിയിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള നിരന്തരമായ ഇടപെടലുകളുടെ ഒരു സൃഷ്ടിയാണ് നമ്മുടെ സ്വഭാവം, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ക്യാരക്ടർ പോലും. അപ്പോൾ നമ്മുടെ സോഷ്യൽ ലൈഫിന്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ ഇത്തരം ഇടപെടലുകളാണ്. അത്തരം ഇടപെടലുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡേ ടു ഡേ പ്രോസസ് ഓഫ് മ്യൂച്വൽ ആൻഡ് റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ഓർ മോർ ഇൻഡിവിജ്വൽ. ഒരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലാണ് സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. It is a mutual and reciprocal exchange between two or more individuals. രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള ഒരു റെസിപ്രോക്കൽ ആൻഡ് മ്യൂച്വൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ ഇന്ററാക്ഷൻ റിസൾട്ട്സ് ഇൻ ഷെയറിംഗ് വാട്ട് ഇൻഫർമേഷൻ, ഫോർമേഷൻ ഓഫ് റിലേഷൻഷിപ്സ്, ഷേപ്പിംഗ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ആൻഡ് ഐഡന്റിറ്റീസ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വഭാവം, നമ്മുടെ ഐഡന്റിറ്റീസ്, ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെ ലഭിക്കുന്നതാണ്. അപ്പൊ ആരൊക്കെ തമ്മിലാണ് ഈ സോഷ്യൽ ഇന്ററാക്ഷൻസ് നടക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നടക്കുന്നത്? 3 സിറ്റുവേഷൻസിലാണ് നടക്കുന്നത്. പേഴ്സൺ ടു പേഴ്സൺ, 2 ആളുകൾ തമ്മിൽ. ആൻഡ് എ പേഴ്സൺ ടു ഗ്രൂപ്പ്, ഒരാളും ഒരു കൂട്ടം ആളുകളും തമ്മിൽ. ആൻഡ് എ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ്, 2 കൂട്ടം ആളുകൾ തമ്മിൽ. ഈ 3 സിറ്റുവേഷനിലാണ് നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുന്നത്. അപ്പോൾ വി ഹാവ് 5 types of social interaction. അതായത് 5 തരത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകൾ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കാണാനായിട്ട് സാധിക്കും. The first one is exchange. What is exchange? പേര് പോലെ തന്നെ ഒരു തരം കൈമാറ്റമാണ്. എന്താണത്? എക്സ്ചേഞ്ച് ഈസ് മോസ്റ്റ് ബേസിക് ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. വളരെ ബേസിക് ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് എന്ത്, എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. An exchange can take place when people interact in order to receive rewards or returns. ഇന്ററാക്ട് ചെയ്യുക മാത്രമല്ല, ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ എന്തോ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ്? എന്തോ റിവാർഡ്സ് ഓർ റിട്ടേൺസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇറ്റ് ക്യാൻ ബി മെറ്റീരിയൽ ഓർ നോൺ മെറ്റീരിയൽ, എന്തോ ആയിക്കോട്ടെ. അത്തരത്തിലുള്ള എന്തോ ഒരു തരം കൈമാറ്റ പ്രക്രിയ നടക്കുന്ന ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, the next one is competition. As exactly what the name denotes, it is a type of competition. Okay, അതായത് it involves unconscious and continuous struggle between individuals to attain limited goals that cannot be shared. അതായത് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മളൊരു മത്സരത്തിൽ ഏർപ്പെടുകയല്ല, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ തരത്തിലുള്ള കോമ്പറ്റീഷൻസ് നടക്കുന്നത്. ആൻഡ് ഇറ്റ് മോട്ടിവേറ്റ്സ് ഇൻഡിവിജ്വൽ ടു എക്സേർട്ട് ദെയർ ബെസ്റ്റ് ടു ഫുൾഫിൽ ദെയർ ഗോൾസ്. ഈ ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അവരുടെ ബെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അതായത് അവർക്ക് ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. People can compete over tangible resources like food, land and everything, and also for non-tangible resources like mates and also resources such as social capital. ഇതിനൊക്കെ വേണ്ടിയിട്ട് മത്സരിക്കാം. അപ്പോൾ കോമ്പറ്റീഷന് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 കുട്ടികൾ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഒരു ക്ലാസ്സിൽ നടത്തുന്നത് ഒരു തരത്തിലുള്ള കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് type of social interaction is conflict. Conflict എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷന്റെ തന്നെ കുറച്ചുകൂടി ഒരു മൂർച്ചയേറിയ ഒരു വേർഷൻ ആണ്. എന്താ നോക്കാം. Conflict is a conscious effort where individuals or groups oppose each other in order to achieve their goals while preventing others from achieving it. അതായത് നമ്മൾ കോമ്പറ്റീഷനിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള മത്സരമാണ് വെച്ചാൽ ഇവിടെ നമ്മൾ അപ്പുറത്തെ ആളെ പ്രിവെന്റ് ചെയ്യാനും കൂടി നോക്കും. സെയിം ഗോളിന് വേണ്ടി 2 പേരോ അതിൽ 2 കൂട്ടം ആളുകളോ, നേരത്തെ പറഞ്ഞ 3 സിറ്റുവേഷൻ ഇല്ലേ, ഒരാളോ വേറൊരാളോ, ഒരാൾ ഒരു കൂട്ടത്തിനോടോ അല്ലെങ്കിൽ 2 കൂട്ടം ആളുകളോ
തമ്മിൽ മത്സരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണോ അവരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതിനെയാണ് ഇതെന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ്. ഓക്കെ. Unlike competition, it is not continuous process and also involves violent methods. കുറച്ചൊന്ന് വയലന്റ് ആവാനും സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ വെച്ച് പറയുകയാണെങ്കിൽ 2 കുട്ടികൾ തമ്മിൽ പരീക്ഷ എഴുതുന്നു. ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി 2 പേരും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഗോളിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നു. ഞാൻ എൻ്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ ഉത്തരക്കടലാസ് എടുത്ത് മാറ്റി വെക്കുകയാണ് അവന് മാർക്ക് കിട്ടാതിരിക്കാൻ. ഞാൻ ഒരു വയലന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് മനഃപൂർവ്വം എൻ്റെ അപ്പുറത്തുള്ള ആളുടെ മാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അത് പ്രിവെന്റ് ചെയ്യാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കോപ്പറേഷൻ. കോപ്പറേഷൻ വളരെ പേര് പോലെ തന്നെ സഹകരണ മനോഭാവമുള്ള ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. എങ്ങനെയാണ് കോപ്പറേഷൻ? എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് 2 or more individuals acting together in order to accomplish a common goal. അവർ തമ്മിൽ ഒരു സോളിഡാരിറ്റി ഉണ്ട്, ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്. 2 അതിലധികമോ ആളുകൾ ഒരു കോമൺ ഗോള് അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിക്കുക. ഓക്കെ. No group can survive without the cooperation among its members. It is an integrating activity and is believed to be opposite of cooperation. കോപ്പറേഷനിൽ തമ്മിൽ മത്സരിക്കുകയാണ്, ഒരാൾക്ക് മാത്രം അവിടെ ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എങ്ങനെയാണ് ഒരു കൂട്ടം ആളുകൾ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ്. നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക എന്നൊക്കെ പറയുന്നത് ആ മാച്ച് ജയിക്കാൻ വേണ്ടി 10-11 ഒരു കൂട്ടം ആൾക്കാർ കൂടിയിട്ട് കളിക്കുകയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അക്കോമഡേഷൻ. ഫൈനൽ ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്, 5ാമത്തെയാണ്. അതായത് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ. ഈ കോൺഫ്ലിക്റ്റിന്റെയും കോർപ്പറേഷന്റെയും ഇടയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് ഇത് അക്കോമഡേഷൻ എന്നുള്ളത്. It implies the process of social adjustment achieved by eliminating or reducing hostility between individuals. Okay? ആളുകൾ തമ്മിൽ ഒരു ശത്രുത ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി അക്സെപ്റ്റൻസ് ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് എന്ത് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 കുട്ടികൾ തമ്മിൽ വീട്ടില് ഒരു കേക്ക് മുറിച്ചു. വലിയ കഷ്ണം എനിക്ക് വേണം, ചെറിയ കഷ്ണം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ 2 സിബ്ലിങ്സ് തല്ലുകൂടാണ് വിചാരിക്കും. അപ്പൊ അതില് വലിയ കഷ്ണം വേണ്ട, ചെറിയ കഷ്ണം വേണ്ട, നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് തരാം എന്ന് പേരൻസ് പറയാണ്. അപ്പൊ അതൊരു ടൈപ്പ് ഓഫ് എന്താണ് അക്കോമഡേഷൻ ആണ്. അതായത് അവർ തമ്മിലുള്ള ഒരു മത്സരത്തെ ആ ഒരു കോമ്പറ്റീഷനെ കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുപോവാണ്ട് അക്സെപ്റ്റൻസിലൂടെ ബാലൻസ് ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു അതിനെ അക്കോമഡേറ്റീവ് ആക്കുക, അതിനാണ് എന്തെന്ന് പറയുന്നത് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദ 5 ടൈപ്സ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. ആൻഡ് ഇപ്പൊ ഇതിൽ നിന്നാണ് 6 മാർക്കിന്റെ essay ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് സോഷ്യൽ ഇന്ററാക്ഷൻ എഴുതാം, ടൈപ്സ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടെന്ന് എഴുതാം. അത് എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിലെ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വെച്ച് എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു.